സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തലയിൽ സ്ഥാപിതമായ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായ 2 സന്യാസിനിമാർ പ്രാകൃത നിയമത്തിന്റെയും ആൾക്കൂട്ട ആക്രമണത്തിന്റെയും ഫലമായി ചാർത്തപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കുറ്റാരോപണം എന്നുള്ള നിലയ്ക്ക് ഇനി കോടതി വഴി തങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണം തെറ്റാണ് എന്ന് ബോധിപ്പിച്ച് നിയമവഴിയിലൂടെ മാത്രമേ പുറത്തുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു നിയമസംഹിതയാണല്ലോ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് നിയമപരമായ നീക്കങ്ങൾ തന്നെയാണ്. പ്രതിഷേധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തപ്പോൾ അത്തരം നിയമപരമായ കാര്യങ്ങളിൽ തുടക്കത്തിൽ അല്പം പാളിച്ച പറ്റിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടപെടലുകളിലൂടെ ആ പ്രശ്നവും പരിഹരിച്ച് സന്യാസിമാരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഛത്തീസ്ഗഡിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയിൽ ആ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് കുറെ പ്രദേശങ്ങൾ ഇന്നും മാവോയിസ്റ്റ് നക്സൽ ബാധിത പ്രദേശങ്ങളായി നിലനിൽക്കുകയാണ്. രാജ്യം നിയമം അത്തരം പ്രദേശങ്ങളിൽ ഇന്നും ബാധകമല്ല. എന്നാൽ അത്തരം പ്രദേശങ്ങളിൽ ക്രൈസ്തവ പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ സുവിശേഷ സാക്ഷ്യവുമായി മിഷനറിമാർക്ക് ചെറിയ രീതിയിലെങ്കിലും കടന്നു ചെല്ലുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹൈന്ദവ ദേശീയത ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ അതിൽ തന്നെ തീവ്രവാദികളായ സംഘപരിവാറിന് ഇന്നും ഇത്തരം മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നവരെ മാവോയിസ്റ്റുകളായി ചിത്രീകരിക്കുവാനാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത്. അനേകം ക്രൈസ്തവ മിഷനറിമാർ ഈ കാലങ്ങളിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എങ്കിലും ഏതാനും ചിലർ ചില മാവോയിസ്റ്റ് നക്സൽ ബന്ധങ്ങൾ ഉള്ളവരുമായി ചേർന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും. കേരളത്തിലെ ചില തീവ്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട നക്സൽ മാവോയിസ്റ്റ് ബന്ധമുള്ളവർ പങ്കെടുക്കുകയും അതിൽ നക്സൽ മാവോയിസ്റ്റിന് ബന്ധമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പുരോഹിതരും മാവോയിസ്റ്റ് തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുകയും അതിൽ ബന്ധമുള്ള അൽമായരും ചേർന്ന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ക്രൈസ്തവ സഭകൾക്ക് അവരുടെ മിഷനറി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രതയാണ് വേണ്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും നടന്നിട്ടുള്ള ക്രൈസ്തവ മിഷനറി വേട്ടയിൽ അതായത് സംസ്ഥാന ഭരണകൂടങ്ങൾ ആരോപിച്ചിരിക്കുന്നതും ഇത്തരം മാവോയിസ്റ്റ് നക്സൽ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ്. മനുഷ്യക്കടത്തും മതമാറ്റവും ഒക്കെ പറയുമെങ്കിലും ഗൗരവമായി തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി രാജ്യവിരുദ്ധ കുറ്റകൃത്യങ്ങളുടെ പട്ടിക കൂടി പലപ്പോഴും ക്രൈസ്തവ മിഷനറിമാർക്കെതിരെ ചാർത്തുന്നത് ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അത്തരമൊരു സാമൂഹ്യ പരിവേഷ സൃഷ്ടിയാണ് സഭയ്ക്കുള്ളിലെ ചിലരും കാരണക്കാരാകുന്നു എന്നുള്ള വേദനാജനകമായ സാഹചര്യം ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളിൽ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുവാൻ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന നക്സൽ തീവ്രവാദ ബന്ധമുള്ള ചിലരാൽ നിയന്ത്രിക്കപ്പെടുന്ന അൽമായ മുന്നേറ്റം എന്നുള്ള സംഘടനയുടെ ആവേശത്തോടെയുള്ള ഇടപെടലും സംശയമുളവാക്കുന്നത് തന്നെയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ സന്യാസ സമൂഹം അറിയാതെ സന്യാസിമാർക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത് ഇത്തരത്തിൽ ദുരൂഹമായി നിലനിൽക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഗൗരവമായി വിലയിരുത്തേണ്ടത് തന്നെയാണ്. അത്തരമൊരു ജാമ്യ ഹർജി സമർപ്പിക്കുവാൻ കാട്ടിയ തിടുക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും വിധേയമാകേണ്ടത് തന്നെയാണ്.